തണ്ടർബോൾട്സ് മാർവൽ ഈ വർഷത്തെ രണ്ടാമത്തെ സിനിമയാണ്. ആക്ച്വലി ഇത് മാർവലിൻ്റെ ഒരു ഡീസൻറ്റ് സിനിമയാണ് എന്നുള്ളതാണ്. അതായത് ഒരു ആൻറ്റി ഹീറോസിനെ വെച്ചിട്ടുള്ളൊരു സിനിമ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം പ്രതീക്ഷകളൊന്നും ഇല്ല. എനിക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു ഇതിൻ്റെ പ്രീമിയർ കഴിയുന്നിടം വരെ. അല്ലെങ്കിൽ A24 ട്രെയിലർ വരുന്നതല്ല എനിക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത സിനിമയായിരുന്നു. പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതൊരു ഡീസൻറ്റ് സിനിമയാണെന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നു. ഓക്കെ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസിലേക്ക് കിട്ടി എന്നുള്ളതാണ്. ഈ സിനിമ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൻ്റെ ഇവൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റോറിയാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ എലന, ഗോസ്റ്റ്, പിന്നെ ബക്കി, റെഡ് ഗാർഡിയൻ, ടാസ്ക് മാസ്റ്റർ, ഇപ്പോൾ US ഏജൻറ്റ് അല്ലെങ്കിൽ വാക്കർ, ഇവരെല്ലാം കൂടെ വന്നിട്ട് ഇവർക്കെല്ലാം കൂടെ കോമൺ ആയിട്ട് ഇൻട്രസ്റ്റ് വരുന്നതും ഇവരെ ഒരു ടീമപ്പ് ആക്കി ഒരു പ്രത്യേക ഒരു മിഷന് പോകുന്നതും ഒക്കെയാണ് സിനിമയിൽ കാണിച്ചു പോകുന്നത്. ഈ സിനിമ മെയിനായിട്ട് എടുത്തത് എനിക്ക് തോന്നുന്നത് സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടറിനെ MCUവിനകത്ത് കൊണ്ടുവരാനാണ്. അതായത് വരുന്ന ഇനി ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഇവൻറ്റ്സാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതിലുള്ള ഇപ്പോൾ വില്ലനായാലും ഹീറോസ് ആയാലും ഇവരെ എല്ലാം കൂടെ ഒരു ടീമപ്പ് ആക്കുക എന്നുള്ളതാണ് MCUവിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പവർഫുൾ ക്യാരക്ടറിനെ വേണം. അങ്ങനെ സെൻട്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വോയിഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സെൻട്രിയും വോയിഡും ഒരു ക്യാരക്ടറാണ്, ഡിഫറെൻറ്റ് സൈഡ്സാണ് കാണിക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് 2 ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും. ഇതിനകത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ 2 മിനിറ്റ് 30 സെക്കൻഡ് ഉണ്ട്. പക്ഷേ നൈസ് സാധനം വെച്ചാൽ നൈസ്, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി വരുന്ന സിനിമകളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു കിടിലം സാധനം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2 മണിക്കൂർ 6 മിനിറ്റ് ഉള്ള സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളെ ബോറടിപ്പിക്കാതെ നമുക്കൊരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പുതിയ മാർവൽ ഫാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം സിനിമകളും സീരീസുകളും കാണേണ്ടി വരും. എന്നിട്ട് പോയി കാണുന്നതായിരിക്കും നല്ലത്. ഒറിജിനൽ മാർവൽ ഫാൻസിനോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഒപ്പീനിയൻസ് പറയാം.